ഹായ് ബ്ലല്ലോസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു മോൺസ്റ്ററയുടെ റീപോർട്ടിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള സോയിൽ തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, നല്ല ഡ്രൈഡ് ആയിട്ടുള്ള ചാണകപ്പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി എല്ലുപൊടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലുപൊടി കൂടാതിരിക്കാൻ നോക്കുക, ചൂട് കയറി പ്ലാന്റ് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൊക്കോപീറ്റ് നമ്മൾ എന്തായിരുന്നാലും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. അത്യാവശ്യം വാട്ടർ റീറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ വിട്ടുപോയ പെർലൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പെർലൈറ്റ് ഇതിന് കമ്പൽസറി അല്ല, പക്ഷേ റൂട്ടിങ് അടിപൊളിയായിരിക്കണമെങ്കിൽ പെർലൈറ്റ് ബെറ്റർ ആണ്. അപ്പോൾ 10 ഇഞ്ച് ബോട്ടിൽ നിന്ന് നമ്മൾ 16 ഇഞ്ച് ബോട്ടിലോട്ടാണ് നമ്മൾ ഇതിനെ മാറ്റുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വലിച്ചപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇളകി വന്നു. ബിക്കോസ് നമ്മളിതിൽ മുന്നേ ഉപയോഗിച്ചിരുന്ന പോട്ടിംഗ് മിക്സ് അത്യാവശ്യം നല്ല പോട്ടിംഗ് മിക്സ് ആയിരുന്നു. അപ്പോൾ നല്ല റൂട്ടിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, പ്ലാന്റ് അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് താഴത്തെ കുറച്ച് സോയിലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ കാണുന്ന പോലെ കുറച്ച് ഗ്രാവൽ നമ്മൾ പോട്ടിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രെയിനേജ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സോയിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ മോൺസ്റ്റർ ഇറക്കി വയ്ക്കുന്നുണ്ട്. മോൺസ്റ്റർ ഡെലീഷ്യസ് ആണിത്. അപ്പോൾ റീപോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ ശരി.